ഇപ്പോൾ ജെൻസി തലമുറയുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് പഠനം. അതൊരു പഠനം മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യവുമാണ്. പണ്ടുള്ളവരുടെ അത്ര ശക്തി നമുക്കില്ല. കാരണം നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് നടത്തുന്നില്ല. കാരണം എല്ലാം ഉപകരണങ്ങൾ വെച്ചുള്ള ജോലികളാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് വായനയില്ല. വായനയ്ക്ക് പകരം സ്ക്രീൻ ടൈമുകളാണ്. ഇതും നമ്മുടെ ബുദ്ധിശക്തിയെയും ഓർമ്മശക്തിയെയും വല്ലാതെ ബാധിക്കുന്നുണ്ട്. മനുഷ്യർ എപ്പോഴെല്ലാം എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യുന്നോ, എളുപ്പമുള്ള വഴികളിലൂടെ മാത്രം കാര്യങ്ങൾ ചെയ്യുന്നോ, ആ സമയത്തെല്ലാം നമ്മുടെ പല കഴിവുകളും നശിക്കുകയാണ്, തുരുമ്പെടുക്കുകയാണ്. അതുകൊണ്ടാണ് ജെൻസിക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കുറയുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ തലമുറ ഏതാണെങ്കിലും നിങ്ങൾ എപ്പോഴും കുറച്ചെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. കുറച്ചെങ്കിലും നിങ്ങളുടെ സ്ക്രീൻ ടൈം കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. ബോധപൂർവമായി ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനുള്ള ഗെയിമുകൾ കളിക്കുക. സ്വന്തം വീട്ടിലാണെങ്കിലും സ്വന്തം കുട്ടികളോടൊപ്പം, അതല്ലെങ്കിൽ വീട്ടിലുള്ള ആരൊക്കെയാണോ അവരോടെല്ലാം കൂടെ സോഷ്യൽ ഗെയിമുകളിൽ ഏർപ്പെടുക. മുമ്പ് നമുക്ക് പരിചിതമായിരുന്ന പല സോഷ്യൽ ഗെയിമുകളും ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ വട്ടമിട്ട് ഇരുന്ന് ഒന്ന് കളിച്ചു നോക്കുക. നമ്മുടെ മാനസിക സംതൃപ്തിയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. ഇതിലെല്ലാം നമുക്ക് മികവ് കാണാൻ സാധിക്കും. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത് വെറും ഭക്ഷണം മാത്രമല്ല, നമ്മുടെ നിത്യവും ചെയ്യുന്ന ആക്ടിവിറ്റീസ് കൂടെയാണ്. അതും നമ്മൾ വിചാരിക്കുന്ന വർക്കൗട്ടുകൾ മാത്രമല്ല, നമ്മൾ സാമൂഹികമായി ഇടപെടുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്.